മെല്ലെ സ്ക്രൂ കയറ്റാൻ ശ്രമിച്ചു. വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പെൻഷൻ കിട്ടിയ ഇല്ല മോനെ, 4-5 മാസമായി കിട്ടാത്തത്. ഓ പോയി കരിവാളിൽ തന്നെ കുത്തി കൊടുക്കുക എപ്പോഴും അല്ലേ, കൊടിയും പിടിച്ച് നടക്കുക. ഇപ്പം ഞാനോട് പറഞ്ഞു, എൻ്റെ സ്വീപ്പൊന്നും എൻ്റെ അടുത്ത് വേണ്ട, നമ്മുടെ നാട്ടിൽ സ്വീപ്പ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അത് ആളുകളെ ഇങ്ങനെ വെറുതെ കഷ്ടത്തിലാക്കുക എന്നാണോ പറഞ്ഞിട്ട് എന്നാണ് സ്വീപ്പാക്കുമെന്ന് പറയാം. അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട, എൻ്റെ പാർട്ടിയും ഗവൺമെൻറ്റുമാണ് ഈ പെൻഷൻ എല്ലാം കൊണ്ടുവന്നത്. അവിടെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാഞ്ഞിട്ടാണ്. ഒരു പൊതുയോഗത്തിന് പോകുന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളുടെ പൈസ അവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത്, അത് തരാത്തതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങി. നിന്റെ വാക്കും കേട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ വന്നാൽ ഈ പെൻഷൻ പദ്ധതി തന്നെ ഉണ്ടാവില്ല കേട്ടോ, അതുകൊണ്ട് ആ തട്ടിപ്പൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നാൽ എല്ലാവരും ജാനുവരിയാവുമോ? ചിലരെങ്കിലും കരുതി പോവുകയാണ്, എന്താ ഇവർ ഈ കേന്ദ്രം എന്ന് പറയുന്നത്, ഇവരല്ലേ തരേണ്ടത്, തരാൻ കഴിയില്ല, നിങ്ങൾക്ക് വോട്ടില്ല എന്ന് മനുഷ്യർ പറഞ്ഞാൽ തീർന്നില്ലേ? അല്ല, നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം പിന്നെയും ഒന്നും ചെയ്യാത്ത കോൺഗ്രസിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ കേരളത്തിലെ ജനം പെരുമാറും എന്ന് കരുതേണ്ടതില്ല. നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പൈസ തരാത്തപ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ സമരത്തിന് പോയി, മന്ത്രിമാരെ എല്ലാം കൊണ്ടുപോയി, ഞങ്ങൾ MLA മാരും കൂടെ പോയി കേട്ടോ. വാസവ് സാർ ഉണ്ടായിരുന്നു, മന്ത്രിയായിട്ട് ഞാനുണ്ടായിരുന്നു, MLA മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാം അവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുമ്പോൾ ആരൊക്കെ വന്നു ആ സമരത്തിന്? നരേന്ദ്രമോദി ഒരു സൂത്രം പ്രയോഗിച്ചു, നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി, ഈ സൗത്ത് നോർത്ത് ഡിവൈഡ് ഉണ്ടാക്കുകയാണ് നിങ്ങൾ, തെക്കൻ സംസ്ഥാനക്കാരെല്ലാം കൂടി വടക്കൻ സംസ്ഥാനക്കാർക്കെതിരായി നിൽക്കുന്നു. പെട്ടെന്ന് കേട്ടാൽ അങ്ങനെ തോന്നണമല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ അച്ഛൻ ഫാറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ളയുടെ പിതാവ് അവിടെ വന്നു പിണറായി അഭിവാദ്യം ചെയ്യാൻ. എന്നിട്ട് പറഞ്ഞു, പിണറായി വിജയന് വലിയ നന്ദി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയത്. ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ചൂഷണം ചെയ്യുകയാണ്. അതുപോലെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ നല്ലൊരു കവിതയൊക്കെ അവതരിപ്പിച്ച് അവിടെ പ്രസംഗിച്ചു. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ എന്നെന്തോ വരാൻ പറ്റാത്തത് കൊണ്ട് അവിടുത്തെ മന്ത്രിമാരെ ഈ പരിപാടിക്ക് അയച്ചു. നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ വന്നു. ഇപ്പോൾ സൗത്തും ഇല്ല നോർത്തും ഇല്ല, പാൻ ഇന്ത്യ സമരം, നല്ല സമരം നടത്തി. നമ്മൾ അവരുടെ പ്രസംഗം എല്ലാം കേട്ട് പോയ ഞങ്ങൾക്കും വലിയ ആവേശമായി. എന്നിട്ടും തന്നില്ല. അപ്പോൾ നമ്മൾ കോടതി കേസ് കൊടുത്തു. അപ്പോൾ കുറച്ച് തന്നു. ആ കുറച്ച് തന്നപ്പോൾ മുടങ്ങിയ പെൻഷൻ ആദ്യം ഞങ്ങൾ കൊടുത്തു, എന്നിട്ട് ബാക്കി കാര്യം ഇല്ലേ, പെൻഷൻ നമ്മളങ്ങനെ കൊടുക്കാൻ തരും. അപ്പോൾ പെൻഷൻ കിട്ടാതിരുന്നാൽ ആർക്കെതിരെ വിരൽ ചൂണ്ടണം? അത് ഈ കേന്ദ്രത്തിലെ ജനവിരുദ്ധ മോഡി ഗവൺമെന്റിനെതിരായിട്ട് ജനങ്ങൾ വിരൽ ചൂണ്ടി ചോദിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ നേട്ടമൊക്കെ ചവിട്ടി പൊടിച്ചിട്ട് ഇവർ പോവും, പിന്നൊന്നും തിരിച്ചു വരികയില്ല. ഞാനിവിടെ മിനിസ്റ്ററോടൊക്കെ സംസാരിക്കാനുണ്ട്, ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പോവുമല്ല.